ഗോകുലം പാർക്കിൽ പുതുവത്സരാഘോഷം പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ പുതുവത്സരാഘോഷത്തിൽ ഗോകുലം ഗോപാലേട്ടനൊപ്പം ഉള്ളത് നമ്മുടെ ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഹാപ്പി ന്യൂ ഇയർ. വരിക 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 വരിക. ഓക്കെ ദീപക്, എന്താണ് അവിടെ കലാപരിപാടികൾ നടക്കുന്ന പറയൂ. നമ്മുടെ അഭിനന്ദും ഒക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ടല്ലോ, എന്താ പരിപാടി? പ്രജിന്റെ പാട്ട് നേരത്തെ നമ്മൾ ഗംഭീര പരിപാടിയാണ്, പൊളിയാണ്. ഇതാ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ അഭിനന്ദൊക്കെ ഇവിടെ ഡാൻസ് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇതാ ഗംഭീര ഡാൻസ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗംഭീര പൊളി ആഘോഷമാണ് ഗോകുലം പാർക്കിൽ. കൊച്ചിയിൽ ന്യൂ ഇയർ പൊതുവെ വലിയ വൈബാണ്. നമുക്ക് ചെയർമാൻ്റെ അടുത്തേക്ക് പോകണം. ഇതാ ഇവിടെ ജയറാമൊക്കെ ഗംഭീരമായി ആഘോഷ രാവിന് നേതൃത്വം നൽകി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചെയർമാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങളൊരു ഇൻ്റർവ്യൂ എടുത്തോട്ടെ. അപ്പോൾ ചെയർമാൻ ഈ ആഘോഷങ്ങളിലെല്ലാം അർമാദിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ചെയർമാൻ ഹാപ്പി ന്യൂ ഇയർ ആഘോഷത്തിലേക്കാണ്. SKN അവിടെ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കഴിഞ്ഞു. ചെയർമാൻ എന്താണ് ഇപ്പോൾ പറയുന്നത്? എല്ലാം സന്തോഷമായി എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ കൊല്ലം, എല്ലാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും സന്തോഷവും സൗകര്യവും സന്തോഷമുള്ള ഒരു കൊല്ലം ആകട്ടെ പുതിയ വർഷം. ഒരു പുതുവത്സര ഓർമ്മ, അതായത് വടകരയിലെ നമ്മുടെ കടത്തനാട്ടിലെ പഴയ ഓർമ്മ, ഏറ്റവും നല്ലൊരു പുതുവത്സര ഓർമ്മ ഈ സമയത്ത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെച്ചു. അതായത് എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ഓരോ കൊല്ലങ്ങളും ഒരു പുതുമയോട് കൂടിയിട്ട് ജനങ്ങളുടെ എല്ലാ ഇവിടെ എല്ലാ ചെറുപ്പക്കാരും എല്ലാം കപ്പിൾസാണ് ഇവിടെ കൂടുതലുള്ളത്. കപ്പിൾസൊക്കെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അത് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരം. അല്ല, എനിക്കറിയേണ്ടത് ഒരു പഴയ ഏറ്റവും നല്ലൊരു പുതുവത്സര ഓർമ്മയാണ്. പുതിയകാലത്തെ അല്ലെ ബ്രഹ്മകാലത്തോ മടപ്പള്ളിക്കാലത്തോ? പുതുവർഷം എന്ന് പറയല്ലേ, അത് പുതിയ ഒരു ഓർമ്മയൊന്നുമില്ല. എല്ലാം നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ഇപ്പം കാഴ്ചവെക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഓരോ കൊല്ലങ്ങളും ഓരോ സമയത്ത് അതായത് കാലത്തിനനുസരിച്ചുള്ള സന്തോഷവും സൗകര്യങ്ങളും ഉണ്ടാകും. 24ന്റെ പ്രേക്ഷകർക്ക് ഒരു ആശംസ നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ വന്ന എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് 24നെ വീക്ഷിക്കുന്ന എല്ലാ കാഴ്ചക്കാർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. താങ്ക് യു SKN. ഇതാ ഇവിടുത്തെ വൈബ് ഈ പുതുവത്സര ആശംസ പറഞ്ഞതിലും അപ്പുറമാണ്. ജയറാമൊക്കെ ഒന്ന് ഡാൻസ് ചെയ്യേണ്ടിയാണ്. ഇപ്പോൾ ജയറാമൊക്കെ ഒന്ന് പിടിച്ചെണീരിക്കണം. അപ്പൊ SKN ഇനി നമുക്ക്